ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ കർണാടകയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഉള്ളത് ചിത്രദുർഗയിലാണ്. ചിത്രദുർഗയിൽ എവിടെയാണ്? ചിത്രദുർഗയിൽ ഒരു കോട്ടയുണ്ട്. ചിത്രദുർഗ കോട്ട, ചിത്രദുർഗ ഫോർട്ട്. ഓക്കെ. 7 ചുറ്റുന്ന കോട്ട. എന്ന് വെച്ചാൽ 7 സർക്കിളായിട്ട് സർക്കിൾ ചെയ്തിട്ടുള്ള കോട്ട. 7 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കോട്ടയാണ് ചിത്രദുർഗ കോട്ട. ആ കോട്ട കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. 7 ലെയർ ഉണ്ടല്ലേ? 7 ലെയർ ഉണ്ട്. അതായത് 7 കവാടങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സംവിധാനമുണ്ട്. 7 സ്ട്രക്ചറാ. 3 എണ്ണം താഴെയും 4 എണ്ണം കുന്നിലോട്ട് കയറുമ്പോഴും. അങ്ങനെ മൊത്തം 7 സർക്കിളിൽ ചുറ്റപ്പെട്ട വളരെ ശക്തമായ ഒരു കോട്ടയാണ് ചിത്രദുർഗ. ചിത്രകല്ലു മീൻസ് ഇമേജസ് ലൈക്ക് ചിത്രം പോലെ തോന്നുന്നു. ഇപ്പൊ എലഫന്റിന് നമ്മള് ഇന്നലെ പോയപ്പോ കണ്ടില്ലേ, ആമയെ കണ്ടില്ലേ, അതുപോലത്തെ പലതരം ചിത്രങ്ങളെ പോലെ തോന്നിക്കുന്ന കല്ലുകളുള്ള കോട്ട, അതാണ് ചിത്രദുർഗ കോട്ട. അപ്പൊ സംശയം തീർന്നു. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചിത്രദുർഗ ഫോർട്ടിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് അല്ലെ. അപ്പൊ നമ്മോടൊപ്പം ഇന്ന് അലക്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ബസവരാജ് സാറുണ്ട്. മാഷിന്റെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നതാണ് ഇദ്ദേഹവും. പിന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് റിൻഡു ആണ്. ഇവർക്കൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. ഇവിടെ നിന്ന് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരുപാട് ആൾക്കാർ രാവിലെ തന്നെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോവുകയാണ്. ഓൺലൈൻ ടിക്കറ്റ് ഇവിടെ കാണിക്കണം, എൻട്രി കണ്ടോ, അലക്സ് അത് കാണിക്കുന്നുണ്ട്. അലക്സ് ടിക്കറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് നടന്നു തുടങ്ങുകയാണ്. ഇവിടെ എല്ലാം കല്ലിൽ പാകിയ വഴികളാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തേക്ക് ഈ ഒരു കോട്ട കാണാൻ വേണ്ടി വരുന്നുണ്ട്. അലക്സേ, നമ്മളിനി നടക്കാൻ പോവുകയാണ് ഐശ്വര്യമായിട്ട്. ചെറിയ മഴക്കാർ, എൻട്രൻസ് നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ്. അതെ 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 അതെ. നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴയില്ലെങ്കിൽ മഴ കുറയുമായിരിക്കും. മഴ നിന്നില്ലേ, ഏതാണ്ട് ഒന്ന് പെയ്തിറങ്ങി. അതെ. പിന്നെ ഇപ്പം നമ്മളിവിടെ വരുമ്പോഴേ തന്നെ ആദ്യമേ ഈ ഒരു വലിയ ചുറ്റുമതിലാണ് കാണുന്നത്. ഒരു എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാന കവാടം എന്ന് പറയാൻ പറ്റുമല്ലോ. ഇതിന് മുമ്പ് 2 കവാടങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അത് കടന്നിട്ടാണ് നമ്മൾ വന്നത്. അവിടെയൊക്കെ പക്ഷേ താമസക്കാരാണ് ഇപ്പം നിലവിൽ. താമസക്കാർ ഓൾറെഡി ഉണ്ട്. കടകള്, താമസം അല്ലെ, ഓൾറെഡി മുഴുവനും. ഇത് സത്യത്തില് നമ്മുടെ കോട്ടയുടെ താഴെ, കുന്നിന്റെ താഴെ ഭാഗത്ത് 3 പ്രധാനപ്പെട്ട ഫോർട്ടിഫിക്കേഷൻ ഉണ്ട്. 3 ലെയർ ആയിട്ട്. ബാക്കി 4 എണ്ണം കുന്നിന് മുകളിലാണ് ഉള്ളത്. അങ്ങനെ മൊത്തത്തിൽ 7 ചുറ്റുമതിലുകളാണ് ഈ കോട്ടയ്ക്കുള്ളത്. ഇതുപോലെ തന്നെ സമാനമായിട്ട് തന്നെയല്ലേ ഹംപിയിലുള്ളതും ഏതാണ്ട്. പക്ഷെ ഹംപിയിൽ ഓൾമോസ്റ്റ് എല്ലാം റൂയിൻഡ് ആയിപ്പോയി. ഹംപി ഇതിനേക്കാളും വലുതായിരുന്നു. അപ്പം പക്ഷെ 7 ലെയർ ഓഫ് ഫോർട്ടിഫിക്കേഷൻ ഉണ്ട് ഹംപിയിലുള്ള ഇതിനും. സമാനമാണ്. പിന്നെ ആദ്യമേ തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താണ് ഫോട്ടോ? ഇത് നമുക്ക് ASIയിൽ നമുക്ക് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഈ ഒരു ഭാഗത്തിന്റെ ഫസ്റ്റ് ജനറൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഓരോരോ പ്ലേസിൽ ഇത് ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതനുസരിച്ച് നമുക്ക് ആ പ്രോപ്പർ അതിന്റെ ഇൻഫർമേഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഈ ഫോർട്ട് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആക്ച്വലി കാദംബ ഡൈനാസ്റ്റി. നമ്മൾ ചന്ദ്രവല്ലി നമ്മൾ ഇന്നലെ പോയില്ലേ, ആ ഏരിയ പോയില്ലേ, ചന്ദ്രവല്ലി. ഈ ചന്ദ്രവല്ലി മയൂര ശർമ്മ എന്ന് പറഞ്ഞ കദംബ രാജവംശത്തിലെ രാജാവ് 345 ഇതിന്റെ തുടക്കം ഇട്ടു എന്നാണ് വിശ്വസിക്കുന്നത്, അല്ലേ പറയപ്പെടുന്നത്. അതിനുശേഷം ചാലൂക്യന്മാര്, ഹൊയ്സാലക്കാര്, വിജയനഗര, അത് കഴിഞ്ഞ് മധുക്കര നായ്ക്കര്, അത് കഴിഞ്ഞ് വീണ്ടും ലാസ്റ്റ് ടിപ്പു സുൽത്താൻ, ഹൈദരലി, ബ്രിട്ടീഷുകാര്, ലാസ്റ്റ് മൈസൂർ രാജവംശത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു കോട്ടയാണ് ഈ പറയുന്ന ചിത്രദുർഗ കോട്ട. അപ്പൊ ഏതാണ്ട് 2000 വർഷം പഴക്കം പറയാം. പക്ഷെ എങ്കിലും ഇതിന്റെ ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഓൾമോസ്റ്റ് ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ കോട്ട ഫോർട്ടിഫിക്കേഷൻ ചെയ്തതിന്റെ പ്രധാന ഉത്തരവാദിത്വം ടിപ്പു സുൽത്താനും ഹൈദരലിക്കാണ് ഉണ്ടായിട്ടുള്ളത്. മോഡേണിഫിക്കേഷൻ ഓഫ് ദ ഫോർട്ട് നടന്നിട്ടുള്ളത് ടിപ്പു സുൽത്താന്റെയും ഹൈദരലിയുടെയും കാലഘട്ടത്തിലാണ്. അതാണ് എൻ്റെ ഒരു ചെറിയൊരു ആമുഖം പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ട് നടത്തം തുടരാം. ഓക്കെ, ഇതിലെ നമ്മൾ നടന്നു വരുമ്പോഴേ തന്നെ ഉണ്ടല്ലോ പല സ്ഥലങ്ങളിലായിട്ടുള്ള കൊത്തുപണികൾ അല്ലേ, കുറേ കൊത്തുപണികൾ, ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കലയിലൊക്കെ നോക്കി നന്ദിയുടെ ശില്പങ്ങൾ, പിന്നെ ദേവന്മാരുടെയുള്ള വിഗ്രഹങ്ങൾ, അതൊക്കെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കൊത്തിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടതാ നമ്മൾ ഓരോ കവാടങ്ങൾ കടന്ന് നമ്മൾ കോട്ടയുടെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങ് കിടക്കാണല്ലോ അലക്സേ. ഇത് നല്ല രസമുണ്ട് ശരിക്കും. ഇങ്ങനെ എൻട്രൻസ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നല്ലേ? അതെ 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 അല്ലേ. നമ്മൾ നേരിട്ടൊരു കോട്ടയിലോട്ട് പ്രവേശിക്കുന്നതിന് പകരം ഇതൊരു അല്ലേ വളഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു ആർമിക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ചെയ്യുന്ന ഒരു നിർമ്മിതിയാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. അതെന്തായാലും കൊള്ളാം.
ഇപ്പം നിലവിൽ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലല്ലേ? ASIയുടെ കീഴിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നെങ്കിൽ ASIയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്യുന്നതോടുകൂടി നമ്മൾ പേയ്മെന്റ് 20 രൂപയാണ് ഒരാൾക്ക്. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡൗൺലോഡ് റെസിപ്റ്റ് കാണിച്ചു കൊടുത്താൽ അകത്ത് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. എൻട്രി ടിക്കറ്റ് കിട്ടും. ഓക്കെ. ഇനി അടുത്തൊരു കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണെന്നുള്ളത്. അലക്സ് അത് വായിച്ചു നോക്കട്ടെ. എന്തായാലും ഇതാണ് കേട്ടോ അടുത്ത കവാടം. മഴ പിന്നെയും തൂളി തുടങ്ങിയിരിക്കുകയാണ്. ഇതാ ഇവിടെ നമുക്ക് വലിയൊരു കവാടം കാണാം. ഇതാ ഇങ്ങോട്ട് ഒരു ചെറിയ കവാടം കാണാം. നമുക്ക് എന്തായാലും ഇതാ വലിയ കവാടത്തിന് ഉള്ളിലേക്കൊന്ന് കയറാം. അലക്സും സാറും കൂടെ അതൊക്കെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഫോർട്ടിൻ്റെ ഒരു സ്കെച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് പോകേണ്ട ഇതൊക്കെ പറയാനായിട്ട്. മഴ നല്ല രീതിയിൽ ശക്തമായി കേട്ടോ. ഇങ്ങോട്ടൊന്ന് കയറി നിൽക്കാം. ലെൻസിലൊക്കെ ഇനി വെള്ളം വീഴും, അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ലെൻസിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽ കിട്ടില്ലല്ലോ. ഇതാ ആ ഒരു ഭാഗത്ത് കോട്ടയുടെ ഭാഗങ്ങളൊക്കെ കാണാം. ഇതുണ്ടോ അവിടെ കുറേ കല്ലൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് മിക്കവാറും ഈ വഴിയായിരിക്കണം പോകേണ്ടത്. ആ കാണുന്ന പടവുകളൊക്കെ താണ്ടി അങ്ങനെ മുകളിലേക്ക് കയറി പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുകൾവശത്തൊക്കെ കോട്ടയുടെ ഭാഗമാണ്, അവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മഴയാണ്. മഴയാണെങ്കിൽ നമുക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളത് അറിയില്ല. മഴ കുറയുന്നതനുസരിച്ച് നമ്മുടെ യാത്ര ഈ വഴി മുന്നോട്ട് തുടരുന്നതായിരിക്കും. ഉണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് കൊത്തുപണികളാൽ തീർത്തിരിക്കുന്ന കല്ലാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒറ്റ കല്ലാണ്. ഒറ്റ കല്ലാണ് ഈ കാണുന്നത്. ഒറ്റ കല്ലിൽ തീർത്തിരിക്കുന്ന ഒരു തൂണാണ് ഈ കാണുന്നത്. സോ ഇത് ഇവരുടെ കോട്ടയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ലോക്കാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. സോ പറഞ്ഞത് ശരിയാണ്, ഇതൊരു ലോക്കിംഗ് സിസ്റ്റം ആണ്. ഓക്കെ. അന്നത്തെ കാലത്തെ ഒരു സംവിധാനമാണ്. അന്നത്തെ കാലത്തെ ചെറിയ സംവിധാനങ്ങളാണ്. എല്ലായിടത്തും ഒരു കുത്തുപണികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പം എങ്ങനെ പോകും? മഴ ഒരു വിഷയമാണല്ലോ. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാം അല്ലേ? നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, കൈ വീശി പോയാൽ മതിയല്ലോ. കോട്ടിട്ടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഒരു കുടയുണ്ട്, ഇനി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ പോവാം. അങ്ങനെ എന്തായാലും ആ ഒരു കവാടമൊക്കെ കടന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. ഒരു കുട തൽക്കാലം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇത് ചൂടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. കണ്ട കുട. അലക്സ ഇവിടെ എന്താ ഉള്ളതെന്ന് പറഞ്ഞേ? ഇവിടെ മഡു ബിസ്വ കല്ലു, അതായത് ഗൺ പൗഡർ സർ, ഗൺ പൗഡർ ഗ്രൈൻഡിങ് അരയ്ക്കുന്ന സ്ഥലം. ഓക്കെ. ഇപ്പോൾ കയറി വരുമ്പോഴേ തന്നെ നമ്മൾ കാണുന്നത് ഒരു വലിയ സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ അലക്സേ? എന്താണ് കയറി വരുമ്പോഴേ തന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് വലിയ സംഭവമാണ്. ഗൺ പൗഡർ ഗ്രൈൻഡിങ് പ്ലേസ്. ഗൺ പൗഡർ ഗ്രൈൻഡിങ് പ്ലേസ് അന്നത്തെ കാലത്തൊരു നിർമ്മിതി അല്ലേ? അന്നത്തെ കാലത്ത് നിർമ്മിതി. ഓക്കെ. ഇന്നത്തെ പോലെ മറ്റേ ഇലക്ട്രിക്കലായിട്ടുള്ള ബന്ധമൊന്നും ഇല്ലല്ലോ. അരയ്ക്കാനായിട്ട് മിക്സിയോ ജാറോ അതൊന്നുമില്ല. ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവരെങ്ങനെയാണത് അന്ന് അരച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ പോകാം. ഈ വഴിയാണ് പോകണ്ടേ? ഈ വഴിയാണ്. ഏതാണ്ട് കാട്ടിക്കൂടെ പോകാമല്ലോ. ഇതേ നിലവിൽ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലല്ലോ. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പക്ഷെ രസമുണ്ട് സത്യത്തിൽ. അല്ല ഇത് വൃത്തിയുണ്ട്. ഉദ്ദേശിച്ച ഈ കാടൊക്കെ ഒന്ന് വെട്ടി ഒന്ന് നല്ല ഭംഗിയാക്കിയിട്ട് ഈ ചെടികളൊക്കെ ഒന്ന് പരിപാലിച്ചിരുന്നെങ്കിൽ കാണുമ്പോൾ കണ്ണിനൊരു മനസ്സുഖമാണല്ലോ അല്ലേ? അതെ ശരിയാണ്. ഇതെന്താ ഒരു ക്ഷേത്രമാ? ഇത് ബനശങ്കരി ടെമ്പിൾ. ബനശങ്കരി ഒരു ബാനശങ്കരി സർ. ബനശങ്കരി സത്യത്തില് ചിലപ്പോൾ ഇതിന്റെ ഹിസ്റ്ററിക്കൽ എന്താണെന്ന് അറിയില്ല, ബട്ട് ബനവാസ് ഓഫ് നോട്ട് മധുക്കർ നായിക പക്ക ഓർ ഇറ്റ് റിലേറ്റഡ് ടു കാദംബ ഡൈനസ്റ്റി only. 5 goddesses it's installed here. Okay. ഏതാണ്ട് 18ഓളം അമ്പലങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഒരു മോസ്കും ഉണ്ട്. കൈരളിയുടെ സമയത്ത് ഒരു മോസ്ക് ഇവിടെ പണിയെടുപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അമ്പലങ്ങളുണ്ട്. അതിനകത്ത് ഒരു അമ്പലമാണ് ഈ ബനശങ്കരി ടെമ്പിൾ. എനിക്കിനി ഇത് ഫസ്റ്റ് കാദംബ ഡൈനാസ്റ്റി ബനവാസിയിലാണ് അവരുടെ ചന്ദ്രവലി എന്ന് മാറിയിട്ട് ബനവാസിയാണ് അവരുടെ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത് ഇനി അതുമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് അറിയില്ല. നമ്മുടെ ബസവരാജ് സാർ പറയുന്നത് ഈ ബനശങ്കരി ടെമ്പിള് മധുക്കരി നായിക്കരുടെ കുടുംബ ക്ഷേത്രമാണ്. എന്തായാലും ആട്ടെ. ഈ ഒരു ഭാഗത്തായിട്ടൊരു ക്ഷേത്രമുണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഗൈഡിനെ കിട്ടും കേട്ടോ. അത്യാവശ്യം ഗൈഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ മാഷ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ മാത്രമല്ല പല സ്ഥലങ്ങളിലും അതിൻ്റെ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം ഒന്ന് നമുക്ക് പറഞ്ഞ് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 4 എപ്പിസോഡ് ചെയ്യേണ്ടി വരും. അത്രമാത്രമുണ്ട് ഈ കോട്ട. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും പോകാമെന്നാണ് താൽക്കാലികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. മാത്രമല്ല മഴ ഒരു വെല്ലുവിളിയാണ്, അത് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റേതായൊരു ബുദ്ധിമുട്ടും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ബോർഡൊക്കെ വായിച്ചതിന് ശേഷം നമ്മളിതാ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മധു ബീസുവ കല്ല് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണണ്ടേ? അലക്സൊക്കെ ഇതാ ഇങ്ങോട്ട് എത്തി. ഇതിലെയോ താഴേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. എലി ഇറങ്ങുന്നേ.
ഇതിലെ ഈ വഴിയാ? Here, ഓക്കെ one ഓക്കെ pillar will be there. ഓക്കെ For that, they will tie 2 or 3 buffaloes. ഓക്കെ ഹിയർ Like male. ബഫലോസ് ഹിയർ. Okay. And with the support of this pillar will be connected for all these 4. ഓക്കെ. അലക്സേ, ഇറങ്ങി വരുമ്പോഴതിന് നടുക്കൊരു കുഴിയും ഒരു കല്ലും കാണുന്നുണ്ട്, എന്താണത്? അത് സത്യത്തിൽ ഇവിടെ ഒരു പോള് സ്ഥാപിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ചതുരാകൃതിയിലുള്ള, ചതുരമല്ലല്ലോ, വൃത്താകൃതിയിലുള്ള, റൗണ്ട് ആകൃതിയിലുള്ള, വേണ്ട സർക്കിളിലുള്ള, ഓക്കെ, സർക്കിളായിട്ട് കുറച്ച് നിർമ്മിതികൾ കാണാം. 1 2 3 4 ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇത് ഇവിടെ ബഫലോസ്, എലഫന്റ്സ് അല്ലെങ്കിൽ ബഫലോസ് എന്ന് പറഞ്ഞത് എനിക്കറിയില്ല എങ്ങനെയാണ്. എലഫന്റ് വിൽ ബി ഫിക്സ്, നോട്ട് പോസിബിൾ, റൈറ്റ്? എലഫന്റ് പോസിബിൾ അല്ല, പക്ഷെ അവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എലഫന്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, അത് കാരണം എന്താണെന്ന് അറിയോ? ഇത്രയും വലിയ കല്ല് തിരിക്കണമെങ്കിൽ മിക്കവാറും ഈ പറയുന്ന കാളകൾ, എലഫന്റ്സ് എങ്ങനെയാണ് ഇതിൽ കൂടെ ഇറങ്ങി വരിക? ആന ഈ ഗ്യാപ്പിനുള്ളിൽ കൂടെ ആനയ്ക്ക് എന്ത്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഗ്യാപ്പ് വേണമല്ലോ. ഇല്ലെങ്കിൽ ഇതൊക്കെ കെട്ടുന്നതിന് മുമ്പ് ആന ഇവിടെ കൊണ്ടേ കെട്ടിയിരിക്കണം. എന്തെങ്കിലും ആയിക്കോട്ടെ, മൃഗം, ഒരു മൃഗം. പക്ഷെ കാളയാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാളയോ ഇല്ലെങ്കിൽ ബഫലോസ്. ഇത് ഉപയോഗിച്ച് ഇത് കറക്കും. ഇത് കറക്കുമ്പോൾ ഇത് ഇന്റർ കണക്റ്റഡ് ആണ്, അതും തിരിയും. അതിന്റെ മുകളിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അവിടെ നമ്മൾ പൗഡർ ഇടും, അത് ഗ്രൈൻഡ് ചെയ്യും. ഇത് ഈ ചേംബറിൽ, ഇങ്ങനത്തെ 4 ചേംബർ ഉണ്ട് ഇവിടെ, ഈ ചേംബറിൽ കളക്ട് ചെയ്യും. ഇവിടുന്ന് വീണ്ടും റീകളക്ട് ചെയ്തിട്ട് ഇതിന്റെ പുറകിൽ ഒരു റൂയിൻഡ് ആയിട്ടുള്ള ഒരു നിർമ്മിതിയുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ സ്റ്റോർ ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. അല്ല, ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഇല്ല, വെടിമരുന്നായോണ്ടേ സൂക്ഷിക്കണമല്ലോ. സൂക്ഷിക്കണം. മേ ബി ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ തുടക്കത്തിൽ തന്നെ അന്നുണ്ടായിരുന്ന മതിക്കര നായിക്കന്മാരുണ്ടല്ലോ, ഇത് സ്റ്റാർട്ട് ചെയ്ത്, ഈ നായിക്കർ രാജവംശം സ്റ്റാർട്ട് ചെയ്ത്, ആ സമയത്ത് തന്നെ ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും ഇതൊക്കെ ഒരു എങ്ങനെ വന്നാലും ഒരു 400-500 വർഷം എന്തായാലും കാണാം. തീർച്ചയായും. എനിക്ക് ആകെ ഉള്ള ഒരു സങ്കടം എന്താണെന്ന് അറിയാം അലക്സേ, ഈ 2 കല്ല് വെച്ചിട്ടാണ് ഈ വെയിറ്റ് ഇതിനകത്ത് താങ്ങി നിർത്തിയിരിക്കുന്നത്. ഭയങ്കര ഇത്, അതാ ഞാൻ പറഞ്ഞേ, അതിനെ താങ്ങി നിർത്തുകയും ആ റൗണ്ടിൽ കൊത്തിയെടുത്തിരിക്കുന്നുണ്ടോ, അതാണ് പോകാൻ പാകത്തിന് അത് കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് എന്താ ഷേപ്പാന്ന് നോക്കിയേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം ഇതാണ്. അതായത് എനിക്ക് ആകെ ഉള്ള സങ്കടം, അന്ന് അടിമകളെ വെച്ചിട്ടൊക്കെയാണ് ഇവര് ഇത് നിർമ്മിച്ചിരുന്നത്. കോട്ടകൾ മാത്രമല്ല, ഈ പറയുന്ന ഓരോ നിർമ്മിതികളും എല്ലാം. ബൃഹത്തിന്റെ ഒരു കവിതയില്ലേ, ഇതൊക്കെ നിർമ്മിച്ചവർ ആരോർക്കും എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്, വേൾഡ് ഫേമസ് കവിതയുണ്ട്. അതുപോലെ ഇത് നിർമ്മിച്ച മതിക്കര നായിക്കരെയും ബാക്കിയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഓർക്കും. ഇത് പൊളിച്ച ആളുകളെ നമ്മൾ ഓർക്കും, ഇത് വീണ്ടും കെട്ടിയ ആളെ ഓർക്കും. പക്ഷേ ഇതിന് പുറകിൽ പണിയെടുത്ത 1000-ങ്ങളെയും 10,000-ങ്ങളെയും നമ്മൾ ആരും ഓർക്കുന്നില്ല. ആ ഒരു സങ്കടം മാത്രമാണ് ഇതിനകത്ത് നമുക്ക് നിലകൊള്ളുന്നത്. ഇൻഗ്രീഡിയൻസ് ഇവിടെയാണ് ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. ഓക്കെ, പിന്നീട് ഇത് തിരിയുന്നതനുസരിച്ച് പൗഡർ ഇതിന്റെ താഴെ വീഴുന്നു. എന്തായാലും കൊള്ളാം അല്ലേ? ഇത് അവിടെയല്ല സൂക്ഷിക്കുന്നത്, വെടിമരുന്ന് സൂക്ഷിക്കുന്ന ശാല. അതെ, ആ പുറകിൽ കാണുന്ന റൂയിൻഡ് ആയിട്ടുള്ള ഇതാണ്. വെടിമരുന്ന് ഇവിടുന്ന് കളക്ട് ചെയ്ത ശേഷം അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. അവിടെയല്ല ഇപ്പം ശേഷിപ്പുകൾ മാത്രമായി തുടങ്ങിയിരിക്കുകയാണ്, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ, കണ്ടോ. എന്തായാലും അലക്സേ, ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് ഭീകര എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഭീകര വിഷ്വൽസോ ഒന്നും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒന്ന് മഴ, രണ്ടാമത്തെ കാര്യം നമ്മൾ അങ്ങനെയൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് കോട്ട നമ്മളും കണ്ടു തീരുള്ളൂ. വളരെ സമയമെടുക്കും, നല്ല സമയമെടുക്കും. കാരണം അതുപോലെ വലിയൊരു കോട്ടയാണിത്. നിങ്ങൾ പറഞ്ഞ പോലെ 7 കവാടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നിസ്സാരമായിട്ടുള്ള ചെറിയ വാതിലുകളായിരിക്കും. അങ്ങനെയല്ല. വിക്കിപീഡിയയിലാണെന്ന് തോന്നുന്നു ഇതിന്റെ ഏരിയ പറഞ്ഞിരിക്കുന്നത് 1500 ഏക്കറാണ്. 1500 ഏക്കർ. എൻ്റെ മോനെ, ആലോചിക്കാൻ പറ്റുമോ ഇത് മുഴുവൻ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളൊക്കെ പണ്ട് ഈ വലിയ ബംഗ്ലാവൊക്കെ കാണുമ്പോൾ പറയാറില്ലേ, ഈ ബംഗ്ലാവിലൊന്ന് ചുറ്റിക്കറങ്ങി കാണണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോകണമെന്ന് എന്ന് പറഞ്ഞ പോലെ ഈ ഫോട്ടോ കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാമായിരുന്നു. നടന്നു പോയി കഴിഞ്ഞാൽ എന്തായാലും കുറേ സമയമെടുക്കും. നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും കാണിച്ച് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ഒരു പ്രത്യേകത, വളരെ കൂളായിട്ട് നമുക്ക് ഈസി ആയിട്ട് വാക്ക് ചെയ്ത് കണ്ടു തീർക്കാം. പക്ഷേ വിഷ്വൽസിനകത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് തന്നെ ഞാൻ അതിനെ പറഞ്ഞേ, നടക്കുമല്ലെന്ന് എല്ലാ രീതിയിലും. ഇതൊക്കെ ഇങ്ങനെ കണ്ടുപോകാനേ പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അലക്സ്, നമ്മളിപ്പോൾ നടക്കുകയാണല്ലോ കോട്ടയുടെ ആ ഒരു പ്രധാന ഭാഗത്തേക്ക്. ഇതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം നമുക്ക് തുടങ്ങിയാലോ? ഏത് കാലഘട്ടം മുതലാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് ഇറ്റ് ഡേറ്റഡ് ബാക്ക് ടു കദംബ ഡൈനാസ്റ്റി, മയൂര ശർമ്മന്റെ. ഇപ്പം പറഞ്ഞാൽ ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കോട്ടയുടെ, അല്ലെങ്കിൽ ഈ കോട്ടയാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് അവരിതിന് കരുതി കാണും. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വശം പാറയാണ്,
ഇല്ലെങ്കിൽ ഒരു മലയാണ്, ഗ്രാനൈറ്റ് പാറയാണ്. അപ്പൊ ആ വശത്തു നിന്നുള്ള അറ്റാക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അപ്പൊ അതിന് താഴെ ഭാഗത്ത് മാത്രം ഫോർട്ടിഫിക്കേഷൻ ചെയ്താൽ മതി, ഒരു ഭാഗം മാത്രം ഫോർട്ടിഫിക്കേഷൻ ചെയ്താൽ മതി, അവർക്ക് സേഫ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം. അത് തന്നെ ഒരു ബെനിഫിറ്റ് ആണല്ലോ. ഇപ്പം നമ്മുടെ ഒരു പ്ലെയിൻ ലാൻഡിൽ ചുറ്റും 7 നിര കോട്ട ഉണ്ടാക്കാനുള്ള സമയവും ധനനഷ്ടവും ആലോചിച്ച് നോക്കി. അപ്പൊ ഒരു വശം ഓൾറെഡി നാച്ചുറൽ ബാരിയർ ഉണ്ട്, അപ്പൊ അത് വെച്ച് അവരുണ്ടാക്കി കാണും. അതിന്റെ ചെറിയ രൂപം എന്തെങ്കിലും. പിന്നീട് ചാലുക്യന്മാർ വന്നു, അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ വന്നു, പിന്നെ മദിക്കരി നായിക്കന്മാർ വന്നു. അതിന് മുമ്പ് മദിക്കരി നായിക്കര് സത്യത്തിൽ വിജയനഗര സാമ്രാജ്യം ഈ സൗത്ത് ഇന്ത്യ മുഴുവൻ കീഴടക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ വിജയനഗര സാമ്രാജ്യം അത് തകരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതിനുശേഷമാണല്ലോ പിന്നീട് മറ്റുള്ള ആൾക്കാർ ഇവിടെ വരുന്നതും. അല്ല, ഇവര് നേരത്തെ ഇവിടെ ഉണ്ട്. ഈ വിജയനഗര രാജാക്കന്മാരുടെ സാമന്ത രാജാക്കന്മാരായി ഇല്ലെങ്കിൽ പൗളികൾസ് ആയിട്ട് ലോക്കൽ ചീഫ്റ്റൈൻസ് ആയിട്ട് ഇവരിവിടെ ഉണ്ട്. പക്ഷേ വിജയനഗര സാമ്രാജ്യം തകർന്നതോടുകൂടി ഇവരൊക്കെ ഇൻഡിപെൻഡന്റ് ആവുകയും കൂടുതൽ ശക്തരായി തീരുകയും ചെയ്തു. ആ സമയത്തായിരിക്കും ഫോർട്ടിഫിക്കേഷനൊക്കെ അതില്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ ഇത്രയും നല്ല ഫോർട്ടിഫിക്കേഷൻ ചെയ്യാൻ ഒരിക്കലും ഈ വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാർ സമ്മതിക്കില്ല. അതിന് കാരണം അവർക്ക് എന്തെങ്കിലും കീഴടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം അവരുടെ കീഴിലുള്ള രാജാക്കന്മാരാണല്ലോ. മാത്രമല്ല നമ്മുടെ ഈ 7 ലെയർ 7 ചുറ്റിന കോട്ട മോസ്റ്റ് പ്രോബബ്ലി ഈ ഹംപിയിൽ നിന്ന് കോപ്പി അടിച്ചതായിരിക്കാനും സാധ്യതയുണ്ട്. ഈ വിജയനഗര സാമ്രാജ്യം തകരാനുള്ള പ്രധാന കാരണം അവരുടെ ആ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെട്ടതുകൊണ്ടാകാമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിന് തകർന്നതിന് ശേഷമാണ് ഇവർ വരുന്നത്. മധുക്കരി നായ്ക്കര്. ഇപ്പം ഇവിടെ മധുക്കരി നായ്ക്കര്. മൈസൂർ എടുക്കുകയാണെങ്കിൽ അവിടെ മൈസൂർ രാജാക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ ആളുകളും അവരുടെ ഓരോ പ്രദേശങ്ങളിലെ ലോക്കൽ ചിഫ്റ്റൻസ് ആണ്. അവരൊക്കെ ഇൻഡിപെൻഡന്റ് ആയി മാറി. പിന്നീട് അതൊക്കെ വലിയ രാജവംശമായി തീർന്നു എന്നുള്ളത് പിന്നീടുള്ള ചരിത്രം. അതായത് പിന്നെ വരുന്നത് മധുക്കര നായ്ക്കർ വരുന്നു. അവര് കുറെ കാലം, ഏകദേശം എത്ര വർഷം അവര് മിക്കവാറും ഇത് ഭരിച്ചിട്ട് കാണും? ഏതാണ്ട് 200 വർഷത്തോളം അവരുടെ കീഴിലായിരുന്നു. മധുക്കരി നായ്ക്കരുടേതായിരുന്നു. ഇതിൽ മധുക്കരി നായ്ക്കർ 5ാമനാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള നായ്ക്കര്. മാത്രമല്ല അദ്ദേഹമാണ് ഹൈദരലിയായിട്ട് ഏറ്റുമുട്ടുകയും ഹൈദരലിയെ 2 തവണ തടഞ്ഞു നിർത്തുകയും അതിനുശേഷം 3ാം തവണ ഈ കോട്ട ഹൈദരലി കീഴടക്കാണ് ഉണ്ടായത്. അടുത്തൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ബനശങ്കരി ടെമ്പിൾ. ഗ്രൈൻഡിങ് സ്റ്റോൺ. 2 chambers dug in granite rocks. അപ്പോൾ ഇവിടെ ഒരു ഫലകം വെച്ചിട്ടുണ്ട്, എണ്ണക്കൊല ആൻഡ് കേവോ. എണ്ണക്കൊല ആൻഡ് കേവ് എന്നാണ്. ഒന്ന് ഈ ഒരു വശത്ത് ഈ കംപ്ലീറ്റ് ഫോർട്ടും തിരിതെളിയിക്കാനുള്ള എണ്ണ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഈ എണ്ണക്കൊള. അല്ലെ എണ്ണക്കുളം എന്നായിരിക്കും അർത്ഥം. എണ്ണക്കുളം. ഇതിന് തൊട്ടപ്പുറത്തൊരു കേവ് ഉണ്ട്, അവിടെയാണ് ആള് താമസിച്ചിരുന്നെന്നാണ് ഇത് നോക്കുന്നത്. ഇതിന്റെ സൂക്ഷിപ്പുകാരൻ ഇവിടെയാണ് താമസിച്ചിരുന്നെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. വയനാട്ടിൽ ഇടുക്കിയിലൊക്കെ ഇപ്പൊ ഒരുപാട് റിസോർട്ടുകളിൽ നാച്ചുറൽ കേവ് ഉണ്ട്. അന്നത്തെ കാലത്ത് കേവിന്റെ അടിഭാഗം തുറന്ന് അവിടെ ഇതിന്റെ സൂക്ഷിപ്പുകാരൻ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ അവിടെ നായ്ക്കുട്ടിയാണ് നിൽക്കുന്നത്. എന്തായാലും ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലേ, കൊള്ളാം. ഇത് ചെറിയൊരു ഗുഹയാണ്. അകത്തേക്ക് അലക്സ് പറഞ്ഞ പോലെ ഒരു നായ്ക്കുട്ടി ഇതാ അവിടെ കിടപ്പുണ്ട്, വേറൊന്നുമില്ല. അങ്ങനെ ആ ഗുഹയും കണ്ടതാ മുകളിലേക്ക് കയറി. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇതാ സൂക്ഷിച്ചിരുന്ന സ്ഥലം അല്ലേ? എണ്ണക്കുളം. പാറ വെട്ടി തുറന്നുണ്ടാക്കിയിട്ടുള്ള എണ്ണക്കുളമാണ് കാണുന്നത്. നല്ല താഴ്ച ഉണ്ടല്ലോ. നല്ല താഴ്ചയുണ്ട്. എന്ത് ഭംഗിയായിട്ട് അന്ന് വെട്ടിയിരിക്കുന്നു. മാത്രമല്ല മെഷീൻ ഉപയോഗിച്ചിട്ടാ ജഗതി പറഞ്ഞല്ലേ, കൈപ്പണി. ഇത് മുഴുവൻ കംപ്ലീറ്റ് അവർ അന്നത്തെ കാലത്ത് വെട്ടി എക്സാക്ട്ലി റെക്ടാങ്കിൾ അല്ലേ. അതാണേ ഇത്ര ലെവലായിട്ടാന്ന് നോക്കിയേ. പക്ഷെ ഒരു സങ്കടം എന്താ അറിയോ, ഈ മനുഷ്യരെ അതാ ഞാനിപ്പം ബസറ സാറിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. നമുക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ല, ഇവർക്കൊന്ന് ക്ലീൻ ചെയ്യോ, എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇത് നല്ല പച്ച വെള്ളമായിരുന്നെങ്കിൽ എന്തായിരുന്നു. ഇത് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അല്ലെ, ഈ മരം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യായിരുന്നെങ്കിൽ എത്ര സൂപ്പർ ആവുമായിരുന്നു. ഇത് നമുക്ക് ആഴം എത്ര ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ചെറുതാണോ ഇനിയും താഴ്ച ഉണ്ടോ നമുക്ക് ഒരു പിടുത്തമില്ല. അല്ല, എനിക്ക് മനസ്സിലായെന്ന് അറിയോ, ഇപ്പൊ ഒരു കറുത്ത കളറല്ലേ, എണ്ണയ്ക്കും ഏകദേശം ഈ ഒരു കളറാണല്ലോ. അന്ന് അവിടെ ഒഴിച്ചു വെച്ച എണ്ണ എടുത്തിട്ടില്ല, പറ്റി പോയിട്ടില്ല. പോവല്ലേ മുന്നോട്ട്. അലക്സേ, എന്തോ ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടമായിട്ട് കിടക്കുകയാണ്. കണ്ടായി കിടക്കുന്നത്. ഇപ്പൊ 2 ആയിട്ടുള്ളൂ. ഇതിപ്പം 2ാമത്തെയാണ്. അടുത്തൊരു കവാടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാ. എല്ലായിടത്തും നോക്കി എന്നാ വലിയ മതില കിട്ടിയേക്കുന്നത് അല്ലേ. ഇതാണ് 2ാമത്തെ സെക്ഷൻ കോട്ട. ഓക്കെ നാച്ചുറൽ ബാരിയർ. ഓക്കെ, വേഗത്തിൽ നടക്കേണ്ടിയിരിക്കുന്നു. അതെ, മഴ ഒന്ന് ഒതുങ്ങി കേട്ടോ. തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അടുത്ത കവാടം.
കവാടങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു, കയറ്റവും കൂടിക്കൂടി വരുന്നു കേട്ടോ. വരുന്നു. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒനക്കെ ഒബാവ കിണ്ടിയും. ആ പേര് വല്ലാത്തൊരു പേരാ. ഒനക്കെ ഒബാവ കിണ്ടിയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. പിന്നെ 2 ടെമ്പിൾ ഉണ്ട്, ഒന്ന് ഏകനാഥേശ്വരിയും ഒന്ന് സാമ്പീത സിദ്ധേശ്വര ടെമ്പിളും ഉണ്ട്. 2 ക്ഷേത്രവും പിന്നെ ഒനക്കെ ഒബാവ കിണ്ടിയാണ്. നമുക്ക് എന്താന്ന് പോയി നോക്കാം. എനിക്ക് എന്തായാലും ഒനക്കെ ഒബാവ എന്താ കിണ്ടി അത് കവാടങ്ങൾ തീരുന്നില്ല സുഹൃത്തുക്കളെ, തീരുന്നില്ല. പടവുകളും തീരുന്നില്ല. ഓരോന്ന് ചവിട്ടി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. പടവുകളുടെ വീതി ഇച്ചിരി കൂടിയോ എന്നൊരു സംശയം. വീതി കൂടി ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? ഹൈറ്റും കൂടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെ കയറിയ ധവളപ്പനപേട്ട ഉണ്ടല്ലോ, അതിന്റെ ഹൈറ്റ് ഇല്ല. ഇതിനാകെ എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പിൽ 900 മീറ്റർ പറയുന്നത്. നമ്മൾ 1546 ആയിരുന്നു. നിങ്ങൾ ഇന്നലെ വാച്ചിൽ നോക്കിയിരുന്ന. ഓക്കെ, അത് നമ്മൾ ഇന്നലെ വീഡിയോ പറഞ്ഞില്ല കേട്ടോ. ഇല്ല. അത്ര ഉയരത്തിൽ നമ്മൾ കയറി ട്രക്ക് ചെയ്ത്. മോനെ, അത് കുത്തനെയുള്ള പാറ. എന്താ കഥ, എന്നെ കൊണ്ട് ഇപ്പോഴത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിശ്വസനീയം. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ തന്നെ ആശ്വസിപ്പിക്കരുത്. വിശ്വസിക്കാം, ഇറങ്ങിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ അതെ അതെ, അത് എന്നെ ഉറപ്പിക്കല്ലേ എന്റെ പൊന്നോ മതി. ഇവിടെയൊക്കെ വലിയ കോട്ടമതിലല്ലേ? വലിയ. ഇത് അടുത്ത സ്ട്രെച്ച് തുടങ്ങി. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ 1, 2, 3 ഒരു ലെയർ നമ്മൾ തൊട്ട് താഴെ കണ്ടു. ഇപ്പൊ അടുത്ത ലെയറിലോട്ട് കയറി. അതെ അതെ. ഇപ്പൊ ഉണ്ടല്ലോ, ഒരാൾ ആക്രമിക്കാൻ വന്നാൽ പോലും പെട്ടെന്ന് ഇവിടെ പറ്റില്ല. കാരണം ആ വശത്ത് ഒരിക്കലും കയറാൻ പറ്റില്ല. പിന്നുള്ളത് ഈ വശമാണ്. ഈ വശം ഇതിലൂടെ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാവരും സെറ്റിൽ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും താഴെ നിന്നുള്ളവർക്ക് ഒരിക്കലും കയറി വരാൻ പറ്റില്ല, എളുപ്പത്തിൽ കയറി വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹൈദരലി ഏതാണ്ട് 2, 3, 4 മാസം. ഹൗ മെനി മന്ത്സ് ആക്ച്വലി ഹൈദരാലി സീജ് ദിസ് പ്ലേസ്? Any idea? No. ഒരുപാട് കാലം ഹിസ്റ്ററി പറയുന്ന ഒരുപാട് കാലം ഹൈദരാലി സീജ് ചെയ്തു എന്ന് പറഞ്ഞാൽ താഴെ മുഴുവൻ നിന്നു. അല്ല, ആക്രമിക്കാൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനുള്ള റിസോഴ്സ് ഉപയോഗിച്ച് ജീവിച്ചോളൂ. തീരമൊക്കെ ഇടങ്ങുമല്ലോ. പക്ഷെ തീർന്നില്ല. അതിനുശേഷമാണ് അതിനുശേഷമുള്ള കഥയാണ് നമ്മൾ ഒനക്കെ ഒബാവ ചെല്ലുമ്പോൾ പറയാം. അപ്പോൾ അതങ്ങനെയാണ്. എന്തായാലും ഈ കഥയൊക്കെ കേട്ട് നമുക്ക് പതുക്കെ അങ്ങ് മുന്നോട്ട് പോകാം. എന്തായാലും കവാടങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കടക്കുന്നു. എല്ലാ വഴികളിലും നേരത്തെ പറഞ്ഞ പോലെ കല്ലുപാകിയ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ സ്ഥലങ്ങളും ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഓരോന്ന് വായിച്ച് നോക്കാൻ മനസ്സിലാകും. പിന്നെ ഗൈഡിൻ്റെ ഒരു സഹായം ഇല്ലെങ്കിലും അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാമെങ്കിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഓരോ ആൾക്കാർ വന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് ഓരോ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് ചിത്രദുർഗ ഫോർട്ടിൻ്റെ ഒരു സ്കെച്ചാണ്. ഈ സ്കെച്ചിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങോട്ടാണ് പോകേണ്ടത്, അടയാളങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ നമ്പറിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു നമ്പറിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനായാസം ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അലക്സേ, നമുക്ക് അങ്ങോട്ടല്ലേ പോകേണ്ടത്? ആ വഴിക്ക്, അവർ പോകുന്ന വഴിക്ക്. ഇവിടെ ചെറിയൊരു രൂപം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. ഇവിടെ കണ്ടോ, പാറയിൽ ഒരു ഡീർ കൊത്തി വെച്ചിരിക്കുന്നത്. മാനിന്റെ പടം? മാനിന്റെ പടമാണ്. പടമല്ല, കൊത്തിയിരിക്കുകയാണ്. ശരിക്കും കൊത്തി വെച്ചിരിക്കുക. ശരിക്കും ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇറ്റ് എക്സാക്ട്ലി ലുക്സ് ലൈക്ക് എ ഡീർ. കറക്റ്റ് കേട്ടോ. ഓ, എത്ര ഭംഗിയായിട്ടല്ലേ അത്. ഏത് കാലഘട്ടം നമുക്കറിയത്തില്ല. അതറിയത്തില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഇവിടെ ആകെ ഡീർ ഫിഗർ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. കാട് പിടിച്ചെടുക്കാം. നിങ്ങൾ അത് കണ്ടിട്ടായിരിക്കും പോകുന്നത്. ഞാൻ ആലോചിച്ചു നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. ഇല്ല, തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ധവളപ്പന വേട്ട പോയ സമയത്ത് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തില്ലേ, അവിടെ എത്തുന്നതിന് മുമ്പ് വലതുവശത്ത് ഇതേപോലെ ഒരു പുലിയുടെ ചിത്രമുണ്ട്. അത് കഴിഞ്ഞ തവണ ഞങ്ങൾ ട്രക്കിങ്ങിന് പോയ സമയത്ത് നമ്മുടെ ചല്ലക്കരയിലുള്ള സ്വാമി സാറ് കാണിച്ചു തന്നിരുന്നു. അത് ഏത് കാലഘട്ടത്തിലാണെന്ന് അവർക്ക് അറിയില്ല. ഓക്കെ, എന്തായാലും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ എന്തായാലും സമ്മതിക്കണം. പിന്നെ ഒരു കാര്യം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന് പണ്ടുണ്ടായിരുന്ന ആളുകൾക്ക് വരയ്ക്കാനുള്ള കഴിവ് വളരെ കുറവായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആണോ? നമ്മൾ കൈയക്ഷരം നമ്മൾ വരയ്ക്കുന്ന അതൊരു കഴിവാണല്ലോ. തീർച്ചയായും. അപ്പൊ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ചിട്ടാണ് ആദ്യം ഔട്ട്ലൈൻ വരച്ചുകൊണ്ടിരുന്ന മാനിന് ചെവിയും കൊമ്പും ഡിസൈൻസ് കൂടി വരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കിത് കുറച്ച് പഴക്കമുള്ളതാണെന്ന് അനുമാനിക്കാം. അടുത്ത ലെയറിലോട്ട് കയറിയില്ലേ, നീ ഇങ്ങോട്ട് നോക്കി. ശരിക്കും ഇത് വേറെ സെപ്പറേറ്റ് ലെയറാണ്, ഇവിടെ ബ്ലോക്ക്ഡ്. പക്ഷെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ നീണ്ടിട്ടില്ല? അതിന് കാരണം ആവശ്യത്തൊക്കെ പാറയുണ്ട്, അതിൽ കൂടെ ഒരിക്കലും ആരും കയറില്ല. ദിസ് ഇസ് ദ ഓൺലി വേ ദേ ക്യാൻ കം. അവരത് 7 ലെയറായിട്ട് മാറ്റിയിരിക്കുന്നു. ഓക്കെ, ഓക്കെ. ഞാൻ കണ്ടിരുന്നു, ഒരു വീഡിയോ കണ്ടിരുന്നു. ചിത്രദുർഗ ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. ഇല്ലല്ലോ, ഞാൻ കാണിച്ചു. യൂഷ്വലി എവറി ഡേ യൂസ് ടു കം ഹിയർ. നമുക്ക് കിട്ടിയില്ലെങ്കിൽ പുള്ളി നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും പുള്ളി അവിടെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ പുട്ട് ദ
ഏതെങ്കിലും വീഡിയോ ഫുട്ടേജ് എടുത്തിട്ടിടാം. അതെ അതെ അതെ. പക്ഷെ എന്തായാലും അത് ഇവിടെയാണ് പുള്ളി ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും കൊള്ളാം കേട്ടോ. അത് നിങ്ങൾ കാണണം കേട്ടോ. അത് അപ്പോൾ എന്തായാലും നമ്മൾ എപ്പോഴും കയറുന്നത് ഈ ഒരു പ്രധാന കവാടത്തിലൂടെയാണ്. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കവാടം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇതിനകത്തൂടെ കയറാം. നല്ല ഉയരമുള്ള ഒരാൾക്ക് ഇതിനകത്തൂടെ കയറാൻ സാധിക്കില്ല, കുനിഞ്ഞു പോകേണ്ടി വരും. എനിക്കും തല തട്ടും കേട്ടോ. അത്യാവശ്യം പൊക്കം കുറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. നമ്മളും കുനിഞ്ഞ് തന്നെയാണ് കയറുന്നത്. ആരുടെ പൊക്കമുള്ള ആൾക്കാർ ചിന്തിക്കുകയും ചെയ്യേണ്ട. അങ്ങനെ ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ കയറി. ഇത് മെയിൻ എൻട്രൻസ്. ലക്സേ, നിങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പതുക്കെ താഴോട്ട് ഇറങ്ങി നോക്കിയതാ. ആണല്ലേ? ഇവിടെ എന്താ ചെറിയൊരു വാതിലും വലിയൊരു വാതിലും? സത്യത്തിൽ നിങ്ങൾ കരുതി പടയാളികൾ ഇത് രാജാവിനും അത് പടയാളികൾക്കും. അതെ അതെ, ഞാൻ അങ്ങനെ ചിന്തിച്ചേ. അത് പക്ഷേ നമ്മുടെ ഇതിൽ നിന്ന് വരുന്ന വാട്ടർ ഫ്ലോ ഉണ്ടല്ലോ, മുകളിൽ നിന്ന് വരുന്നത്, ഓക്കെ, ആ വാട്ടർ ഫ്ലോ ഗതി തിരിച്ചു വിട്ടിട്ട് അതിലൂടെ വിടാനുള്ള അതിനുള്ള സംഗതി എന്താ, മീൻസ് അതിനുള്ള റീസൺ എന്താണെന്ന് അറിയില്ല. എന്തായാലും താഴോട്ട് പടവിലോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് അവിടുന്ന് തിരിച്ചു വിടാനുള്ളതെന്നാണ് ബസവരാജ് സാർ പറയുന്നത്. അങ്ങനെയാവാം. അല്ലെങ്കിൽ പടയാളികൾ അതിലേ കടന്നു വരും, രാജാക്കന്മാർ ഇതിലേ പോകും. ഫിഷ്, ഓക്കെ. ആൻഡ് ദിസ് ഇസ് ലൈക്ക് എ ഫ്രോഗ് ഷേപ്പ്. ഇത് സത്യത്തിൽ ഒരു ഫ്രോഗിന്റെ ലുക്ക് ഉണ്ട്. ഇത് ഞാൻ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് ഇതൊരു. പക്ഷെ ഇന്നാണ് ബസവരാജ് സാർ ഇത് റിവീൽ ചെയ്തത്. ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഗണേശ, ഇത് ഗണേശ. ഇത് ശരിക്കും രണ്ട് ഫിഷ് പോലെ. കംപ്ലീറ്റ്ലി റിവീൽ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഫ്രോഗിന്റെ ഷേപ്പ് ഉണ്ട്. പക്ഷെ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു 11-12 നൂറ്റാണ്ടുകളിൽ ഉള്ള വയനാട്ടിൽ തന്നെയുള്ള നിർമ്മിതികളുണ്ട്. ജെയിൻ ടെമ്പിൾസ് ഉണ്ട്. അതിനകത്തൊക്കെ ഈ പറയുന്ന ഈ രൂപം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേ രൂപം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ഡോൾ അടിക്കുന്നതാണ്, കണ്ടില്ലേ? ഇത് ഇങ്ങനെ ഡോൾ അടിക്കുന്ന ഇതാണ് ഇത് വന്നിരിക്കുന്നത്. മുകളിൽ ഡാൻസ് ചെയ്യുന്നതാണ്. ശരിയാ, ഒരുപാട് കുത്തുപണികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? അലക്സേ, ഇവിടെ ഉണ്ടല്ലോ ഒരു കൊത്തുപണി, എന്താണ് ഇത്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് കദംബ രാജവംശം തൊട്ട് ഇങ്ങ് മൈസൂർ രാജവംശം വരെയുള്ള ആളുകളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു കോട്ടയാണ്. ആ സമയത്ത് ഹൊയ്സാലര്, ചാലുക്യാസ്, ഹൊയ്സാലരൊക്കെ ഇത് കീഴടക്കിയിട്ടുണ്ട്. ആ സമയത്ത് അവരുടെ സിംബലാണ് ഈ കാണുന്നത്. സർ, can you explain what is it? Yes sir. See, this picture contains many different animals. Okay. Okay. This portion is like lion or tiger, we can assume like this. And this portion only is crocodile. Yes. Okay. Then this is snake. Okay. You can see from this side it looks like elephant. Okay. This is a tusk. Okay, a tusk of the elephant. Yes, understood. This is so trunk. ഇത് എലഫന്റിന്റെ ആനയുടെ മുഖഭാഗം, ഇത് ലയൺ അല്ലെങ്കിൽ കടുവ, ഇത് സ്നേക്ക്, ഇത് വേണമെങ്കിൽ ക്രൊക്കഡൈൽ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നതായിട്ടും വേണമെങ്കിൽ ചെയ്യാം. സോ അങ്ങനെ നാലും കൂടി ചേരുന്ന ഇത് ഹൊയ്സാലരുടെയോ ഇല്ലെങ്കിൽ അതിനുശേഷം വന്ന പോളിഗേഴ്സിന്റെ ആരെങ്കിലും സിംബൽസ് ആയിരിക്കും. ഓക്കെ, എന്തായാലും ഞാൻ ആലോചിക്കുന്നറിയോ, ഇത് നിർമ്മിച്ച ഒരാളെയാണ്. ഒരു എത്ര മൃഗങ്ങളാണ് ഒരു ഇതില് അദ്ദേഹം കൊത്തിയെടുത്തിരിക്കുന്നത്. ഇന്നത്തെ പോലെ 3D മാക്സിൽ ആദ്യം ചെയ്ത് നോക്കിയിട്ട് ഇത് ഇങ്ങനെ വരുമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ലോ, ചെയ്ത് വരുമ്പോഴല്ലേ അറിയുള്ളൂ. അതാണ് സമ്മതിക്കണം അല്ലേ? അടിപൊളി. കലാകാരന്മാരെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അലക്സേ, ഇവിടെ എന്താണ് ഒരു കാൽപാദം? ഇത് മധുക്കരി നായ്ക്കരുടെ കുടുംബദേവതയായ ഏകനാഥ ഈശ്വരിയുടെ കാൽപാദമാണെന്ന് വിശ്വസിക്കുന്നു. അവർ പിന്നെ ഏകനാഥ ഈശ്വരി എന്ന് പറഞ്ഞാൽ പാർവതിയുടെ വേറൊരു രൂപമാണ്. പാർവതി ദേവി ഇവിടെ ഇരുന്ന് കാൽപാദം അവിടെ വെച്ചതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ അവരുടെ വിശ്വാസം ആണ്. എന്തായാലും നമുക്ക് അതൊക്കെ കണ്ടുകൊണ്ട് അതൊക്കെ മുകളിലേക്ക് കയറാം. അതിലെ ചവിട്ടുണ്ട്, അങ്ങോട്ട് മാറി നടക്കാം. അലക്സേ, എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അത് ഈ സ്ട്രക്ചർ ഒരു ജിംനേഷ്യം എന്നാണ്, അന്നത്തെ ജിമ്മ്, ട്രഡീഷണൽ ജിമ്മ്. പക്ഷേ ഇത് ട്രഡീഷണൽ ജിംനേഷ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇതിന് ഗരാഡി എന്നാണ്, ഗരടി എന്നാണ് ഇവർ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ഗരടികളുണ്ട്. ചിത്രദുർഗയിൽ ഒരുപാട് ഗരടികളുണ്ട്. ഇതിനകത്ത് ഇവിടെ ഉള്ള ഗരടിയാണ് ഈ കാണുന്നത്. ഇതിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ചില ആളുകൾ ഇത് ഗ്രാനറി ആണെന്ന് പറയുന്നുണ്ട്. ഗ്രാനറിക്കും ചാൻസസ് ഉണ്ട് കേട്ടോ. ധാന്യം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. രണ്ടാമത്തത് MH കൃഷ്ണ എന്ന് പറയുന്ന ഹിസ്റ്റോറിയന്റെ അഭിപ്രായത്തിൽ ഇത് ആർമറി ആയിരുന്നു. പക്ഷെ പൊതുവെ 15-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ഇത് ജിംനേഷ്യമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും പറയപ്പെടുന്നതും. ഓക്കെ, എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജിംനേഷ്യം ഉള്ള ഒരു
കോട്ട കാണുന്നത്. ജിംനേഷ്യം ഉള്ളൊരു കോട്ട നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കാവലദുർഗയിൽ നിർബന്ധമായും പോകണം. സ്വിമ്മിംഗ് പൂൾ ഉള്ളൊരു കോട്ട, സൂപ്പർ സ്വിമ്മിംഗ് പൂൾ ഉള്ള ഒരു കാവലദുർഗ കോട്ട. സ്വിമ്മിംഗ് പൂൾ എഴുതി വെച്ചിട്ടുണ്ടോ? സ്വിമ്മിംഗ് പൂൾ, എക്സാക്ട്ലി സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂൾ അല്ല, നമുക്ക് നീന്തി കുളിക്കാം. നല്ല കൽപ്പടവില് നീല നിറത്തിലുള്ള നമ്മുടെ ടർക്കോയിസ് ബ്ലൂ കളറില് ഉള്ള കളറില് വെള്ളം. അത് പോകേണ്ട സമയം എന്ന് പറഞ്ഞാൽ നല്ല മിസ്റ്റുള്ള സമയത്ത് പോവാണെങ്കിൽ അപാര വ്യൂ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. മഴ പിന്നെയും ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്ത് സെയിം അല്ലേ നമ്മൾ നനയേണ്ടി വരുമോ? അങ്ങനെ പിന്നെയും നടന്ന് അടുത്ത കവാടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത കവാടത്തിലേക്ക് എല്ലാവരും തിരിച്ചു പോവുകയാണോ? മഴയായതുകൊണ്ടാണോ? ഇവിടെ ഒരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാ, ഇത് അടിപൊളി സ്ഥലമല്ലോ അലക്സേ. ഇതിന്റെ മുകളിൽ ഇനിയും പോകാണ്ട് മുകളിലോട്ട്, പക്ഷെ കിടിലല്ലേ? ഇത് സൂപ്പറായി കേട്ടോ. ഇത്ര നേരം സഞ്ചരിച്ചു വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കണ്ടപ്പോൾ റെക്കഗ്നൈസ് ചെയ്തോ? സംഭവം മനസ്സിലായോ? ആ ദീപം കത്തിക്കാൻ വേണ്ടി അത് കറക്റ്റാ. അലക്സ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? ആടി പോയിട്ട് ഒരു കോമ്പറ്റീഷൻ ആണ് ഇത്. ഞാൻ പറഞ്ഞുതരാം. ഇത് ഊഞ്ഞാലിട്ട് ആട്ടുന്നു, അമ്പയ്യായിരിക്കും, ഇല്ല എറിയായിരിക്കും, എണ്ണ നിറച്ച കൂടാരത്തിലൂടെ. അവിടെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാവില്ല. ഇതിലും പേര് സ്റ്റെപ്പ് വെച്ചാ പോരല്ലേ? അല്ല, സ്റ്റെപ്പ് ഉണ്ടല്ലോ അല്ലേ? ശരിക്കും സ്റ്റെപ്പ് ഉണ്ടേ. അതിൽ ചവിട്ടി പോയാണ് ശരിക്കും കത്തിക്കണം. അല്ല, അവിടെയൊക്കെ കത്തിക്കണം തോന്നുന്നു. അങ്ങനെ ആവോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്ര ബുദ്ധിമുട്ടുന്ന എന്തിനാണ്? ഊഞ്ഞാൽ ആടിപ്പോയി കത്തിക്കണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു ദിവസമാണെങ്കിൽ ഓക്കെ, ഒരു കോമ്പറ്റീഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇത്രയും വലിയ കോട്ട വേണിതാക്കണം, ഇതും കൂടി രസാക്കാൻ പാട്. അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനത് അംഗീകരിക്കുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഞാൻ വിശ്വസിക്കൂല. അല്ലെങ്കിൽ എനിക്ക് കാണിച്ചു തരണം. നോക്കാം, നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാം. ട്രയൽ ചെയ്ത് കാണിച്ചു തരണം. ഏതൊരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണെന്ന് അറിയാം. അതാണ്, അത് പറയാം. ലൈക്ക് ദാറ്റ്. എങ്കിലും ഞാൻ അംഗീകരിക്കാം. ഈ ഒരു സ്ഥലം കണ്ടോ, എന്ത് രസമല്ലേ? എൻ്റെ അമ്മോ, അടിപൊളി, ഒന്നും പറയാനില്ല. അലക്സേ, ഇതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ ആണെങ്കിൽ നമുക്ക് അടുത്ത് വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഇതാ, ആടിയിട്ട് ഇങ്ങോട്ട് ഇതാ അതിന്റെ മുകളിൽ പോയി കത്തിക്കണം. അതാണ് ടാസ്ക്. ആ കത്തിക്കുന്നതിനെ എനിക്ക് കാണിക്കണേ. അല്ല, വാട്ട് ഈസ് എക്സാക്ട് കന്നഡ വേർഡ് ഓഫ് ദിസ് വൺ? ഉയ്യാലെ കമ്പ. ഉയ്യാലെ കമ്പ, നമ്മുടെ ഊഞ്ഞാല്. ഊഞ്ഞാല് ഹിസ്റ്ററി പറയുന്നത് ഇവിടെ നിന്നിട്ട് ഊഞ്ഞാലാടി ഈ തിരി തെളിയിക്കുന്നതാണ്. ഇവിടെ തിരി തെളിയിക്കും. അവിടെ വേണമെങ്കിൽ ക്രാക്ക് കാണാൻ പറ്റും, ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ക്രാക്ക് കാണുന്നുണ്ടോ? അത് ബസവരാജ് സാർ പറഞ്ഞത് ലൈറ്റ്നിങ്ങിന്റെ സമയത്ത് ക്രാക്ക് ആയതാണ്. ഓക്കെ, പക്ഷേ ബീബ്രോയുടെ ഡൗട്ട് എങ്ങനെ ഊഞ്ഞാലിൽ കയറിയിട്ട് ഇത് കത്തിക്കുന്നുള്ളതല്ലേ? എനിക്കും ആ ഡൗട്ട് ഉണ്ട്. പ്രശ്നം തീർന്നില്ലേ? എന്തെങ്കിലും വഴി കാണുമായിരിക്കും. കാരണം പറയാൻ പറ്റില്ല. ചിലപ്പോ അമ്പയ്യോ ഇല്ലേ എന്തെങ്കിലും. How they have done that? Please tell me. Alexei, how they did that? Alexei, I don't know that. I don't know. They are installing here. Every year Eknatheshwari's fair will go. Okay. So at that time they will tie the Uyala Kamba there. And they will keep the idol of the goddesses and they will. ബസവരാജ് സാറിന്റെ വേറൊരു വേർഷൻ. ബസവരാജ് സാർ പറയുന്നത് ഏകനാഥേശ്വരി ടെമ്പിളിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഇവിടെ ഏകനാഥേശ്വരിയുടെ നമ്മുടെ പ്രതിമ ശില്പം വെച്ചിട്ട് അവര് ജസ്റ്റ് ക്രാഡിൽ ഇങ്ങനെ ആട്ടുന്ന പോലെ ആട്ടും. ചിലപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കും. അത് അംഗീകരിക്കും. ഇതിന്റെ മുകളിൽ നമ്മൾ ആള് കയറി തന്നെ ചെയ്യേണ്ടി വരുമായിരിക്കും. ഇനി വേറെ കാര്യോട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടെയാണല്ലോ ഊഞ്ഞാല് തൂങ്ങി കിടക്കുന്നത്. ഈ ഊഞ്ഞാൽ ഇവിടെ കിടക്കണമെങ്കിൽ ഒരാൾ അവിടെ നാട്ടി വിടണ്ടേ? ചെന്തെങ്ങിന്റെ കൊലയാണ് ആടും സാർ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ ചിലപ്പോ 1-2 തവണ ചെയ്ത് മുകളിൽ ചെല്ലുമ്പോ പണ്ട് ബാഹുബലിയൊക്കെ അങ്ങനെയൊക്കെ ചാടി ചരിത്രമില്ലേ? അല്ല, 1-2 അപ്പോഴത്തേനും പന്തം അവിടെ എത്തുമ്പോ കെട്ടുപോകും കാറ്റ്. അതും ശരിയാണ്. മൊത്തത്തിൽ ഈ പ്ലേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സാറേ. എവിടെയാണ് സാർ ഒനക്കെ ബാബ കിണ്ടി? കിണ്ടിയോടെ സാർ ഒനക്കെ ബാബ കിണ്ടിയാണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ തമാശയൊക്കെ അങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും ഈ ഒരു വിളക്ക് തിരി തെളിയിക്കുന്നത് ഇങ്ങനെ ഊഞ്ഞാലിൽ ആടി ആണ് എന്ന് പറയപ്പെടുന്നു. അതൊരു എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ലെങ്കിലും എല്ലാവരും പറയപ്പെടുന്നത് അങ്ങനെയാണ്. എന്തായാലും ആ ഒരു വിശ്വാസം അവിടെ നിലനിൽക്കട്ടെ. പിന്നെ ഇനിയിപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സൈഡിലായിട്ട് നമുക്ക് ക്ഷേത്രം കാണാം. നമ്മളിനി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോകുന്നില്ല, മറിച്ച് നമ്മൾ നേരെ കോട്ടയുടെ പ്രധാന ഭാഗത്തേക്കാണ് നമ്മൾ നടന്നു പോകുന്നത്. കാരണം ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നല്ല സ്പീഡിൽ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഈവനിങ്ങിനെങ്കിലും അവിടെ എത്തിച്ചേരാൻ സാധിക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമ്മുടെ നടത്തം പിന്നെയും തുടരാം. വേറെ പോകുന്ന വഴിയിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഇങ്ങനെ കൽപ്പടവുകളും കല്ലിൽ പാകിയ വഴികളും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക.
എന്തായാലും നമ്മളിപ്പോൾ നിന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു കോട്ട മതിലിനുള്ളിലായിട്ടുള്ള ആ ഒരു സ്ഥലം, അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഒരു ആൽമരമുണ്ട്, അതിനോട് ചേർന്ന് ഈ കൽത്തൂണുകളും ഈ വിളക്ക് തെളിയിക്കുന്ന ആ ഒരു സ്ഥലവും പിന്നെ ചുറ്റും പാറക്കെട്ടുകളൊക്കെ ആയിട്ട് മഞ്ഞ് മൂടിയ ഈ ഒരു സമയം കൂടി ആയതുകൊണ്ട് കാണാനായിട്ട് പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ കണ്ട ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ. ഒരു കാര്യം കൂടി അലക്സിന് പറയാനുണ്ടെന്ന് പറഞ്ഞത്, ഇവിടെ നീന്താൻ പറ്റുമോ? നീന്താനോ? ഈ ഒരു ചെറിയ ഇതിനകത്ത് എന്തിനാ ഇങ്ങനെയൊക്കെ പടം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കണ്ടാ? വല്ല കൈയും കാലും കഴുകാനായിരിക്കും. കൈയും കാലും കഴുകാൻ വേണ്ടിയിട്ടല്ല, ഇതിന്റെ പേര് ഒക്കളി ഹൊണ്ട എന്നാണ്. ഓക്കളി ഹൊണ്ട എന്ന് വെച്ചാൽ, ഓക്കളി ഹൊണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസവരാജ് സാറ് പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ കളർ മിക്സ് ചെയ്യും. ഓക്കെ, ഉഗാഡിയുടെ സമയത്ത്, ഉഗാഡി ഫെസ്റ്റിവലിന്റെ ഒക്കെ സമയത്ത് കളർ മിക്സ് ചെയ്തിട്ട് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് ഇവിടെ ഹോളി പോലെ അവർ ആഘോഷിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പർട്ടിക്കുലർ പോർഷനാണ് ഈ ഓക്കളി ഹൊണ്ട എന്ന് പറയുന്നത്. പക്ഷെ നല്ല രസമുണ്ട്, സ്റ്റെപ്സും സൈഡിലില്ല, വെള്ളം ഒഴിച്ച് താഴോട്ട് ഒഴിക്കാനുള്ള ഗ്യാപ്പൊക്കെയാണ് കാണുന്നത്. തീർച്ചയായും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം കൈയും കാലും കഴുകാനുള്ളതല്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ, കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലില് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഹസ്ബൻഡും വൈഫും കൂടി ചിത്രദുർഗ ഫോർട്ട് സന്ദർശിക്കാൻ വന്നത് വീഡിയോ കണ്ടിരുന്നു. ബ്രോ വരുന്നതിന് കുറച്ച് ദിവസം മുമ്പ്. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അവര് പറയുന്നുണ്ടായിരുന്നു മലയാളികൾ എന്ത് ചെയ്യുന്നത് കണ്ടാൽ ഞെട്ടുന്നു, അങ്ങനെ എന്തായിരുന്നു ക്യാപ്ഷൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ അതിനകത്ത് മലയാളത്തില് കേരളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ഒരാളുടെ പേര് മറ്റേ നമ്മള് വെറുതെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ആവശ്യമില്ലാണ്ട് നമ്മുടെ പേരും വളരെ മോശമായ കാര്യം. അപ്പൊ അത് കണ്ടപ്പോഴാണ് ഞാൻ ഇപ്പൊ ഓർത്തത്, നമ്മുടെ ചന്ദ്രവല്ലി ഫോർട്ടില് അതിന്റെ ഉള്ളില് എഴുതി വെച്ചിരിക്കുകയാണ് ജോയി 11 ജനുവരി 1987 അന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പൊ മലയാളിയുടെ പേര് അവിടെ ഉണ്ട്. അപ്പൊ അന്ന് മലയാളി അവിടെ വന്നിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നെങ്കിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അയാൾ ജനിച്ച ദിവസമായിരിക്കും.